ഗുഹകൾക്കകത്താണ് ഇവർ നേരത്തെ അവിടെ താമസിച്ചത്. കാട്ടിലുള്ള ചെറിയ ചെറിയ ചെടികൾ, ഇലകൾ ഇതെല്ലാം തന്നെ ഇലയൊക്കെ ശേഖരിച്ച് കുടിൽ പോലെ ഇവർ കെട്ടും. ആ കുടിലിനകത്താണ് ഇവർ താമസിക്കുന്നത്. ഗവൺമെന്റ് ഇവിടെ ഒരു കിണർ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കിണറിന് ഇവർ വെള്ളം എടുക്കില്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ആണെന്ന് പറയാം. മാമന്റെ മകള് അരുവിയിൽ നിന്ന് പൈപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ ടാങ്ക് വെച്ചിട്ടുണ്ട്. ആ ടാങ്കിൽ ഈ അരുവിയിൽ നീരുറവ ആ ടാങ്കിൽ കൊണ്ട് സ്ഥാപിക്കും. എന്നിട്ട് ആ വെള്ളമാണ് ഇവർ ഭക്ഷണങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. തേൻ ചൂടാക്കിയ വിഷമാവൂന്ന് പറയാം, സത്യമാണോ? അങ്ങനെ ഇല്ലല്ലേ, അങ്ങനെയൊന്നുമില്ല. ബാബു MLA ഇടയ്ക്കിടയ്ക്ക് കോളനി വന്നിട്ട് ഇവർ വിഷയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് ഇരുട്ടാണ്, ഒരു ലൈറ്റ് വേണം പറഞ്ഞു. MLA അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകും. ഹൈമാക്സ് ലൈറ്റ് ഇവിടെ. നമ്മൾ പാപ്പുണ്ടാക്കി തിന്നാൻ പോവാണ് സുഹൃത്തുക്കളെ, ഞങ്ങൾ പാപ്പുണ്ടാക്കി തിന്നാൻ പോവാണ്. താല്പര്യമില്ല. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മായാവി. ഇതെന്റെ സുഹൃത്തായ കലേശേട്ടൻ. കലേശേട്ടൻ്റെ നാടാണ് പാലക്കാട് നെമ്മാറ പയ്യങ്ങോടാണ് വീട്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ വന്നു. അപ്പം ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു കൽച്ചാടി ഉന്നതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ആളുകളുണ്ട്. അപ്പം ഉള്ളിലേക്ക് കാടും മലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കലേശേട്ടൻ്റെ കൂടെ വന്നതാണ്. അപ്പം നമുക്ക് അവരുടെ കൂടെയൊക്കെ പോയിട്ടരം. കലേശേട്ടനെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു, വീട്ടുകാരെല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാട്ടോ. അപ്പം നമുക്ക് അവരെങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ട് വരാട്ടോ. വെറുതെ അങ്ങനെ ഇതാണ് മരുതഞ്ചേരി കൽച്ചാടി റോഡ്. നമുക്കപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പൊതുപ്രവർത്തകനൊരു ചേട്ടനുണ്ടായിരുന്നു, നമുക്കറിയാവുന്ന PM ദേവദാസ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാട്ടോ നമ്മളങ്ങനെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ കുറേ ഉള്ളിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെയുള്ള എല്ലാവരും ജോലിക്കൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും നമുക്കെല്ലാവരെയും കാണാനൊക്കെ പറ്റി, കുറച്ച് പേരെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇത് സുഭാഷിണി എന്നാണ്. ഭയങ്കരമായിട്ട് നമ്മളോട്ടൊക്കെ കൂട്ടൊക്കെ ആയി. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അവിടെ വരെ പോയപ്പോൾ. 65 വർഷമായിട്ട് ഈ കോളനി താമസിക്കുന്ന ആളുകളാണ്. ഏകദേശം ഇതിനപ്പുറത്തൊരു പുഴയുണ്ട്. ആ പുഴയ്ക്കപ്പുറത്ത് ഒരു മലയാണ്. ആ മലൻ്റെ സൈഡിൽ ഓരോ ഗുഹകളുണ്ട്, കല്ലിൻ്റെ ഗുഹകളുണ്ട്. ആ ഗുഹകൾക്കകത്താണ് ഇവർ നേരത്തെ അവിടെ താമസിച്ചത്. കാട്ടിലുള്ള ചെറിയ ചെറിയ ചെടികൾ, ഇലകൾ ഇതെല്ലാം തന്നെ ഇലയൊക്കെ ശേഖരിച്ച് കുടിൽ പോലെ ഇവർ കെട്ടും. ആ കുടിലിനകത്താണ് ഇവർ താമസിക്കുന്നത്. പിന്നീട് ഗവൺമെൻറ്റും ബന്ധപ്പെട്ട അധികാരികളൊക്കെ തന്നെ ശ്രദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ കോളനിയിൽ നിന്ന് അവിടുന്ന് കാട്ടിൽ നിന്ന് ഇറക്കിങ്ങോട്ട് ഈ കോളനിയിൽ താമസിക്കാൻ വേണ്ടി ഒരു സൗകര്യം ഏർപ്പാടാക്കി. നേരത്തെ വീടുകൾ എന്ന് പറയുന്നത് വീടുകളൊന്നായിരുന്നു, ചെറിയ ചെറിയ കുടിലുകളാണ്. പിന്നെ അതിന് ശേഷം പിന്നെ ഈ പറയുന്ന ത്രിതല പഞ്ചായത്തിന് അധികാരം കൈമാറി കിട്ടിയപ്പോൾ എല്ലാവർക്കും സമ്പൂർണ്ണമായിട്ട് പാർപ്പിടം നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറായ ഭാഗമായി പാർപ്പിടം തയ്യാറാക്കി കൊടുത്തത്. അതിനുശേഷം ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ് ഒരു കുടുംബത്തിന് ഒരേക്കർ ഭൂമി വെച്ച് ഗവൺമെൻറ് ഇവർക്ക് നൽകിയിട്ടുണ്ട്. ആ ഭൂമി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 6 കിലോമീറ്റർ അകലെയുള്ള വിള്ളി, പാളിയമംഗലം എന്ന സ്ഥലങ്ങളിൽ ഓരേക്കർ ഭൂമി ഇവരുടെ പേരിനാണ്. പക്ഷേ ഇവരിവിടുന്ന് പോവില്ല, ഈ കോളനി വിട്ട് ഇവർ പോവില്ല. ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കാട്ടിൽ പോയിട്ട് മരം ചരക്ക് സാധനങ്ങളുണ്ട്. ഇഞ്ച, തേന്, കുങ്കുല്യം, അങ്ങനെയുള്ള സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോകും. ഇവര് പോയി കഴിഞ്ഞാൽ 15 ദിവസം കാട്ടിൽ താമസിക്കും. 15 ദിവസത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോവുക. അങ്ങനെ സ്ത്രീകളും പോകും. എന്നിട്ട് അത് ഇവിടെ വന്നിട്ട് ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് തന്നെ ഇടപെട്ടുള്ളത് ഗവൺമെന്റ് മാർക്കറ്റിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഗവൺമെന്റ് മാർക്കറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഇവർ തയ്യാറായില്ല. ഇത് പ്രൈവറ്റ് വ്യക്തികൾ, സ്വകാര്യ വ്യക്തികൾ ഇവിടെ വന്ന് ഈ സാധനം ശേഖരിച്ച് കൊണ്ടുപോകും. അതൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്നു ഇവരുടെ. പിന്നെ അവിടെ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളായി. എല്ലാവർക്കും സമ്പൂർണ്ണമായിട്ടുള്ള BPL കാർഡുകൾ കൊടുത്തു, എല്ലാ സൗജന്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു അംഗൻവാടി സ്ഥാപിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, കമ്മ്യൂണിറ്റി ഹാള് സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പ്രായമായ സ്ത്രീകൾക്ക് പിന്നെ മെൻസസ് ആകുന്ന സമയത്ത് ഇവരിവിടെ വീട്ടിലിരിക്കില്ല, ഇവർ മലയിലേക്ക് കയറിപ്പോകും. അവിടെ ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചിവിടെ നാട്ടിലേക്ക്. അങ്ങനെ വളരെ പരിശുദ്ധമായി ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ സുപ്രഭാതത്തിൽ ആലോചിച്ചു, ഇനി കാട്ടിൽ പീരീഡ് സമയത്ത് കാട്ടിലേക്ക് പോകണ്ട, അത് നമ്മൾ നാട്ടിൽ തന്നെ ഒരു ഹാള് കെട്ടി കൊടുക്കാൻ തീരുമാനിച്ചു. ഇവർ ഹാള് കെട്ടി കൊടുത്താൽ അത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അവരുടെ ആചാരം അതാണ് വലുത്. അതാണ് ആ ആചാരപ്രകാരം ഇപ്പോഴും അവർ മുമ്പോട്ട് പോയി. കുറേ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ പഴയ ആചാരങ്ങൾ ഇപ്പോഴും അവർ നല്ല ഭംഗിയോടുകൂടി പിന്തുടർന്ന് വരുന്ന ആളുകളാണ് ഇവർ. ഗവൺമെന്റ് ഇവിടെ ഒരു കിണർ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കിണറിന് ഇവർ വെള്ളം എടുക്കില്ല, കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കില്ല. പാത്രം കഴുകാനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ വെള്ളം ഉപയോഗിക്കുക. ഇവരിതിനകത്തൊരു കിലോമീറ്റർ അകലെ ഒരു അരുവിയുണ്ട്, മുകളിൽ അരുവിയിൽ. ആ അരുവിയിൽ നിന്ന് പൈപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ ടാങ്ക് വെച്ചിട്ടുണ്ട്. ആ ടാങ്കിൽ ഈ അരുവിയിൽ നീരുറവ ആ ടാങ്കിൽ കൊണ്ട് സ്ഥാപിക്കും. എന്നിട്ട് ആ വെള്ളമാണ് ഇവർ ഭക്ഷണങ്ങൾക്ക് വേണ്ടി
ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ 2017 പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുടിവെള്ള പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടുണ്ട് ഇവിടെ. എല്ലാ വീടുകളും ടാപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ആ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കില്ല. വെള്ളം അപ്പോൾ ഇവർ അരുവിയിലെ വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഇവിടുത്തെ ഒരു ബീറ്റ് ഫോറസ്റ്റായിട്ട് ഇവിടെ പഠിച്ച വെള്ളം നന്ദിനി എന്ന പെൺകുട്ടി ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പണിയെടുക്കുന്നുണ്ട്, സർക്കാർ ജോലി പണിയെടുക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഇപ്പോൾ 8-9 ആളുകൾ ബീറ്റ് ഫോറസ്റ്റായിട്ട് പണിയെടുക്കുന്നുണ്ട്. 2016 ഇവർ തൊഴിലുറപ്പ് എന്ന സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ല. ബന്ധപ്പെട്ട പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെല്ലാവരും കൂടി വന്ന് ഇവർക്ക് തൊഴിൽ കാർഡ് ഉണ്ടാക്കി കൊടുത്തു. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ചേർന്നതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ കാർഡ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ എല്ലാ മാസത്തിൽ 15 ദിവസം തൊഴിലുറപ്പിൽ പണിയിൽ ഇവർ ഏർപ്പെടുന്നുണ്ട്. കൃത്യമായ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ അതൊരു കുടുംബമായി കണക്കാക്കുന്നു. ഒരു കുടുംബമായിട്ട് അങ്ങനെയാണ് ഇവിടെ വിലയിരുത്തി പോകുന്നത്. അങ്ങനെ പ്രയാസങ്ങളില്ലാണ്ട് പ്രശ്നങ്ങളില്ലാണ്ട് കൽച്ചാടി കോളനി നല്ല നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട MLA ഇടയ്ക്കിടയ്ക്ക് കോളനി ഇവർക്ക് ബാബു MLA ഇടയ്ക്കിടയ്ക്ക് കോളനി വന്ന് ഇവർ വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഇരുട്ടാണ്, ഒരു ലൈറ്റ് വേണം പറഞ്ഞു. MLA അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുക, ഹൈമാക്സ് ലൈറ്റ് ഇവിടെ വരാൻ വേണ്ടി പോവുക. ഇപ്പോൾ കോളനി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല, ഗവൺമെൻറ് പേര് മാറ്റി. എന്താ പേര്? ഉന്നതി എന്നാക്കി. അവിടെ കുറേ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഹരി. ഇതുപോലെ 3-4 പേരുണ്ട്. ചാമ്പങ്ങയൊക്കെ പറിച്ച് കഴിച്ചു. എനിക്കൊരു ഭയങ്കര സന്തോഷമൊക്കെ തോന്നി കേട്ടോ. എല്ലാവരും ഭയങ്കര സ്നേഹത്തിലും കാര്യത്തിലായിരുന്നു. പിന്നെ അവിടെ കുറേ പേരൊക്കെ വനത്തിൽ പോയിട്ടുണ്ട്, കുറച്ച് പേര് ജോലിക്കായിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് വിഷു ദിവസം ഭയങ്കര ഒരു ആഘോഷ ദിവസം അന്ന് വരണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവിടെ ഒത്തിരി വെള്ളം കുറവാട്ടോ. അവിടെ ഇപ്പം ഭയങ്കരമായിട്ട് ഭയങ്കര ഇടിച്ചു കൂട്ടി മഴ സമയത്തൊക്കെ വെള്ളം വരുന്നതാണ്. അവിടെ 2-3 ചേട്ടന്മാരൊക്കെ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. നല്ല മീനുണ്ട് അവിടെ. വെള്ളത്തിനകത്ത് പരലാണോ എന്തോ, എൻ്റെ പേരെനിക്കറിയത്തില്ല, പരലാണൊക്കെയുള്ള കുറേ മീനൊക്കെ ഉണ്ട്. അവരവിടെ വന്ന് അലക്കും കുളിയൊക്കെ അവിടെ വരാറുണ്ടെന്ന് പറഞ്ഞ്. മുകളിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത്. അപ്പം മുകളിലേക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് ഈ പാറ ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ ഉണ്ട്. അപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരോട് കുറേ നേരം സൊറ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. എന്നോട് സ്ഥിരം എൻ്റെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുമ്പോൾ കുറച്ചേരൊക്കെ ചോദിക്കാറുണ്ട്, നീ മണ്ണത്തൂരും മറ്റേ കൂത്താട്ടുകുളം ആറൂരൊക്കെ മാത്രമാണോ കറക്കം ചോദിക്കുന്നവരോട്. അല്ല, ഞാനിപ്പോൾ പാലക്കാടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതി ജില്ല വിട്ടൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം. അപ്പോൾ ഇവർ വന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് അവരെനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്ത കുഞ്ഞാവല്ല, ഇത് വേറൊരു കുഞ്ഞാവയാണ്. പുള്ളി കിടന്ന് കുഞ്ഞ് ഉറങ്ങുമായിരുന്നേ. അപ്പം ഞാൻ എടുത്തതാണ്. നമ്മൾ പാപ്പുണ്ടാക്കി തിന്നാൻ പോവാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ പാപ്പുണ്ടാക്കി തിന്നാൻ പോവാണ്. താല്പര്യമില്ല. ഇതൊക്കെ പൈസ എല്ലാം തരാനുണ്ടോ? മോൻ തീർത്തിട്ടില്ല. ശരിക്കും ഇവരെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വനത്തിലൊക്കെയുള്ള കുറച്ച് നല്ല കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം നമ്മൾ പെട്ടെന്നാണല്ലോ ചെന്നത്. അപ്പം നിങ്ങൾ നാളെ വരാമെന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്കിപ്പം അത്ര ദിവസം നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇന്ന് സാർ പറഞ്ഞു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. നല്ല രസമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞു കേട്ടോ. ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. നമ്മളങ്ങനെ കേട്ടിരുന്നു പോകും. ഇവിടുന്ന് പുറത്തുനിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അങ്ങനെയാണോ? അല്ല, നമ്മള് ആദ്യം ഒന്നും അങ്ങനെ പുറത്ത് പോയി കല്യാണം കഴിക്കില്ല. നമ്മുടെ കാസ്റ്റിലുള്ള ആളുകളെ മാത്രമാണ് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മള് എന്താ പറയാ, അതായത് കുറച്ച് വിദ്യാഭ്യാസം ഒരുവിധമൊക്കെ എല്ലാവർക്കും കിട്ടിയതിന് ശേഷം, അതായത് പുറത്തുള്ളവരുമായിട്ട് മിങ്കിളായി തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ പുറത്തുള്ളവരെ കല്യാണം കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ കാസ്റ്റിലുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ആണെന്ന് പറയാം. മാമന്റെ മകള് ഇവിടെ കല്ലുപ്പാണ്. ഇപ്പൊ അത് ഇടുന്നുണ്ട്. ചിലര് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടാവും. ചിലര് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടാവും.
അത് ഇഷ്ടമുള്ളവരുടെ രീതിക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുക. ചേച്ചി ഉൾക്കാട്ടില് കൊച്ചു ഉൾക്കാട്ടിലൊക്കെ പോയിട്ടുണ്ടോ മുകളില്? പോയിട്ടുണ്ട്. പോയിട്ട് അങ്ങനെ അന്ന് തന്നെ പോയിട്ട് അന്ന് തന്നെ വരുമോ? ഇല്ല, 2-3 ദിവസം കഴിയും, അല്ലെങ്കിൽ ഒരാഴ്ചയാവും. ആഹാരമൊക്കെ ഇട്ട് പോകും. ഇവിടെ നിന്ന് അതിനാവശ്യമുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും എടുത്തിട്ട്. ഇവിടെയൊക്കെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോ? ആനയോ? ആനയുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, കാട്ടുപോത്തുണ്ട്. അപ്പൊ പോകുമ്പോ അങ്ങനെ പേടിയൊന്നുമില്ല? അച്ഛന്റെ കൂടെ അല്ലേ പോണേ. നിങ്ങൾ കുറച്ചു പേര് അധികം പോകും അല്ലേ? അതായത് അച്ഛന് ഈ സ്ഥലങ്ങളും കാടും അച്ഛനക്ക് നല്ല പരിചയമാണ്. ഞങ്ങള് പുറത്ത് പോയി പഠിക്കുന്ന ആൾക്കാരും പുറത്ത് പഠിച്ച് ശീലമുള്ളവരൊന്നും ഞങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അധികം അറിയില്ല. പക്ഷെ അച്ഛന് അങ്ങനെയല്ല, അവര് വളർന്നതും ജീവിച്ചതും എല്ലാം കാട്ടിലാണ്. അതുകൊണ്ട് അച്ഛനവർക്ക് അതിനെ കുറിച്ചിട്ട് നന്നായി അറിയാം, മൃഗങ്ങൾ എവിടെയാണ്. നേരത്തെ മറ്റേ അമ്മണിന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞായിരുന്നു ഇവർ കുറേ ആഹാരമൊക്കെ ആയിട്ട് ഇവർ കാട്ടിപ്പോവും. ഇവരിങ്ങനെ ഭാര്യയും, അതായത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികൾ പോവോ? കുഞ്ഞു കുട്ടികളടക്കം ഉണ്ടാവും. കുഞ്ഞു കുട്ടികളടക്കം ഇവർ അവിടെ പോകും. എന്നിട്ട് ഇവർക്ക് വേണ്ടുന്ന തേനും ഇഞ്ചയും അല്ലേ, അങ്ങനെയുള്ള കുറെ സാധനമൊക്കെ ഇവര് അവിടുന്ന് ശേഖരിച്ചിട്ട് ഇവർ വരും. അപ്പം അന്നത്തേക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് ഇവർ പോകുന്ന കേട്ടോ. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് വരും. ഇവർക്ക് അതിനെപ്പറ്റി വലിയ ഇതില്ല, ഇവർ അച്ഛനൊക്കെ അതിനെപ്പറ്റി നല്ലപോലെ അറിയാം. നമ്മൾ നേരത്തെ തന്നെ ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ട് പറഞ്ഞില്ലേ? ഉപ്പിട്ട് എല്ലാ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് പെട്ടെന്ന് കയറേണ്ട കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മുൻകൂട്ടി എന്താ പറയാഞ്ഞ്, സ്പെഷ്യൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, അത് കാട്ടിപ്പോയി ശേഖരിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം പിന്നെ ഒരു ദിവസം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇവരിത് ഉണ്ടാക്കി തരുന്നത്. അതിഥികളെ അങ്ങനെ സ്വീകരിക്കും. നല്ലതാണ്. വെളിച്ചെണ്ണ മുടി തേക്കുന്നത്? വെളിച്ചെണ്ണ. മയിലെണ്ണ തേച്ചാലും മുടി വളരുമോ? അപ്പൊ കരടിയെണ്ണ തേച്ചാലും വളരും, പക്ഷെ ഇത് കിട്ടാനില്ല. തേൻ ചൂടാക്കിയ വിഷമാവും എന്ന് പറയാം, സത്യമാണോ? അങ്ങനെ ഇല്ലല്ലേ, അങ്ങനെയൊന്നും ഇല്ല. ആയിരിക്കും. അങ്ങനെ വരും. ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന പ്രദേശം. വേറെ മൃഗങ്ങളെല്ലാം ഉണ്ടോ? വേറെ മൃഗങ്ങള് മാന്, പന്നി ഒക്കെ വരും അല്ലേ? എന്നാലും നമ്മള് സന്തോഷാ. ഞങ്ങൾക്ക് വളരെ കാട്ടിൽ പോണ ആൾക്കാരെ കാട്ടിൽ പോകുമ്പോ ഞങ്ങള് കാണുകയും ചെയ്യും. ചാച്ച എന്തൊക്കെ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് ചാച്ച? ഞാന് കടുവ കണ്ടിട്ടുണ്ട്, പിന്നെ പുലിയെ കണ്ടിട്ടുണ്ട്, കരടിയെ കാണും, പിന്നെ മാന, മയില്, ആന, ചെന്നായ്ക്കള്, കരടികള്, നമ്മളിതൊക്കെ ബാലകനെ കാണാൻ നേരിട്ട് കാണും. എല്ലാ സാധനവും കാണും. പിന്നെ പന്നി, പാമ്പുകള് തന്നെ പല പല വിധത്തിലുണ്ടാവും. രീതി പാമ്പുകൾ ഉണ്ടാകും. പരന്ന തലയുള്ള പാമ്പുകള്, വിഷപ്പാമ്പുകള്. കാര്യം ചോദിക്കട്ടെ, ചാച്ചനൊക്കെ ഇവിടുന്ന് വിറ്റ് വേറെ എവിടെയെങ്കിലും പോകുന്നതാണോ ഇഷ്ടം, ഇവിടെ തന്നെ താമസിക്കുന്നതാണോ ഇഷ്ടം? എനിക്ക് ഇവിടെ തന്നെ താമസിക്കുന്ന ഇഷ്ടം. പിന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ പെര വന്നിട്ടുണ്ട് പറഞ്ഞാൽ അവര് മക്കളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് പോകാന്ന് മാത്രം. ഈ കടുവ എന്ന് പറയുന്നതേ ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന വലുതാണോ? വലുതാണ്. ഒരു ആനേന്റെ, ഒരു കുട്ടി ആനയുടെ ഒരു വലിപ്പം ഉണ്ടാകും. ഇത്രയും പൊക്കൊക്കെ ഉണ്ടാകും, നല്ല നീളവും ഉണ്ടാകും. കടുവ, പുലിയൊക്കെ ഇതിന്റെ എത്രയേ ഉള്ളൂ. പക്ഷെ കടുവ ഇത്തിരി വലുതാണ്, മരത്തിൽ വലിഞ്ഞു കയറും അല്ലേ? പിന്നെ മരത്തുനിന്ന് ഇവിടുന്ന് ചാടിയ അപ്പുറത്ത് പോയി ചാടി കയറും, അങ്ങനത്തെയാണ്. ഭയങ്കര നീളം കൂടുതലാണ്. പുള്ളിപ്പുലി പറയുന്നത് നല്ല നീളം കൂടുതലാണ്. കടുവ കുറച്ച് വലിപ്പം മാത്രമേ ഉള്ളൂ. അതിന്റെ മുന്നിൽ ചെന്നിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടോ? നമ്മള് രക്ഷപ്പെടാല്ലേ, പുലി അങ്ങനെ പെട്ടെന്നൊന്നും കേറി നമ്മുടെ ആക്രമിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വയനാട് പുലി ഇറങ്ങുന്നത് വാർത്ത കണ്ട ഒരു ആളെ പിടിച്ചു എന്ന് പറയുന്ന പോലെ അല്ല. അതെ, ഇപ്പൊ മനുഷ്യനെ പിടിച്ച് ഇവിടെ പണ്ട് ഒരിക്കൽ ഞങ്ങളുടെ കുട്ടിക്കാലം ഇല്ലാത്ത സമയത്ത് എന്റെ മലിന്റെ ഉൾക്കാട്ടില് പോയിട്ട് ആൾക്കാരെ ഈ എന്തോ അത് മൃഗമാണ് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല മൃഗമായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും തോന്നുന്നു, ഒരു മനുഷ്യനെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ചോര അതിന്റെ പല്ലില് കിട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ അത് വീണ്ടും തന്നെ രുചി കിട്ടിയ പിന്നെ അങ്ങനെയാണ്. മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവോ, ആശുപത്രി പോവോ? അതോ
ആ അത്യാവശ്യം പോകുള്ളൂ. മുറിവ് പറ്റിയിട്ടുണ്ട് കാരണം നമ്മുടെ കാട്ടിൽ തന്നെ പച്ചമരുന്നുകളുണ്ട്. ഈ തേങ്ങ എന്ന് പറയുന്ന സാധനം അതിന്റെ കറ എടുത്തിട്ട് പെരട്ടും. പിന്നെ അതിനെ തൊലി ചെത്തിയിട്ട് തോല് തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം ഒഴിക്കും, മുറിവിൽ ഒഴിച്ചു കൊടുക്കും. അത് ഒരാഴ്ച ഇങ്ങനെ മുറിവിൽ ഒഴിച്ചു കൊടുക്കുക. അതിന്റെ ചോര എടുത്ത് പെരട്ടി കൊടുത്തോണ്ടിരിക്കുമ്പോ അതിന്റെ മുറിവ് തന്നെത്താൻ ഇങ്ങനെ കൂടും. കൂടി 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 വരും. അങ്ങനെ ഒരു 2 മാസം ഒക്കെ 1 മാസം ആകുമ്പോഴേക്കും ആ മുറിവ് അങ്ങനെ ഉണങ്ങി പിടിച്ച് നല്ല രീതിക്ക് കുറച്ചൊക്കെ അല്ല ഇവിടെ ഇപ്പോഴേ ഇവിടുത്തെ ചേച്ചിമാർ ഒത്തിരി ചേച്ചിമാരും കുഞ്ഞാവയൊക്കെ ഉണ്ടല്ലോ. ഇവര് ഗർഭിണിയായി കഴിയുമ്പോ പെട്ടെന്ന് പ്രസവ അസുഖമൊക്കെ വരത്തില്ലേ? അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ആശുപത്രിയിലോട്ട് അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകുക? ഉള്ളവരൊക്കെ പെട്ടെന്ന് പോകും. ഇപ്പൊ വയറുവേദന എടുക്കുകയാണ് എന്നുള്ള തോന്നുകയാണെങ്കിൽ അവര് ആ വണ്ടിയൊക്കെ വിളിച്ച് ഇവിടെ വന്ന് ആംബുലൻസ് വിളിച്ചോ അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോ നമ്മൾ കൊണ്ടുപോകും. ഇതിവിടെ ഇവിടെ ഒരു അടുത്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു, നേരത്തെ മലിന്റെ ഉള്ളിലാണ് പ്രസവിച്ചത്. മറ്റേ നമ്മള് നേരത്തെ ഹരിലാലോ അത് ഈ ഇടയ്ക്കുള്ളതാണ്. അതൊക്കെ മുപ്പാട് ഉണ്ടായിരുന്നു, ഈ മലിന്റെ ഉള്ളിലായിരുന്നു. അപ്പൊ അവിടുന്ന് കൊണ്ടുവരെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. ഞങ്ങളുടെ ആൾക്കാര് തന്നെ തുണിയില് പുതപ്പും കൊണ്ട് കെട്ടിയിട്ട് തൂക്ക് കെട്ടിയിട്ടാണ് അവിടുന്ന് കൊടുക്കുന്നത്. പ്രസവിച്ചു, അവിടുന്ന് തന്നെ പ്രസവിച്ചു, എന്നിട്ടാണ് ആശുപത്രി എത്തിച്ചത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ റോഡൊന്നും ഇല്ലായിരുന്നു, ചെറിയ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ആയത്. അന്ന് വഴി മാത്രം, ഒരു നടവഴി മാത്രമേ ഉള്ളൂ. അയ്യോ അത്ര ബുദ്ധിമുട്ട് കഴിക്കുന്നു. കഴിക്കാച്ചാ ചാച്ച എന്നും ഞാൻ കഴിച്ച് ചേച്ചി മടുത്തുന്ന. ചേച്ചിക്ക് മൊബൈലുണ്ടോ? ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടോ? ഫേസ്ബുക്കൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. അപ്പൊ എന്നെ അറിയോ? അറിയാം കേട്ടാ. ഈ മനസ്സും വയറും നിറയുന്നതിലാണ് കാര്യം അല്ലേ? വയറ് നിറച്ച് ഭയങ്കര ആഹാരമൊക്കെ കഴിച്ചിട്ട് മനസ്സിന് സന്തോഷം ഇല്ലെങ്കിൽ കാര്യമുണ്ടോ? മനസ്സ് സന്തോഷമാണെങ്കിൽ ഒരു പിടി കഴിച്ചാൽ മതി. ഒരു നേരം നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ വന്നതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഇച്ചിരി കഴിക്കുന്നൊക്കെ പറഞ്ഞില്ലേ? അതെല്ലാരും ഒന്നും പറയത്തില്ല ഇപ്പോഴത്തെ കാലത്ത് അല്ലേ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പം ആ നിൽക്കുന്ന മണി എന്ന് പറഞ്ഞ ആ ചാച്ചനെ, പിന്നെ സുഭാഷിണി, സജിത, അങ്ങനെ കുറേ പേരെയൊക്കെ പരിചയപ്പെട്ടു, കുഞ്ഞു പിള്ളേരൊക്കെ പരിചയപ്പെട്ടു. ഒരുപാട് സന്തോഷം. ചില സന്തോഷങ്ങൾ അങ്ങനെയാണ്, നമുക്ക് ഒത്തിരി നാൾ ഓർക്കാനുള്ളതൊക്കെ കിട്ടും. അപ്പം ഞാൻ ഇനിയും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം, ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ വേണം. അപ്പോൾ ഒത്തിരി സന്തോഷം. ടാറ്റ.